Teaching is not a profession, it is a mission. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്ന് അതിൻ നിഴലിൽ നീ നാളെ മരവിക്ക്. ഉയിരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ലാരും. അനന്തതയുടെ കറുത്ത ക്യാൻവാസിൽ പ്രകൃതി വരച്ചുയർത്ത ഏറ്റവും മനോഹരമായ ജലഛായ ചിത്രം. ശൂന്യതയുടെ തണുത്തുറഞ്ഞ നിശബ്ദതയിൽ ജീവന്റെ സ്പന്ദനങ്ങൾ തുടിക്കുന്ന പ്രപഞ്ചത്തിലെ ഒരേ ഒരു കളിത്തൊട്ടിൽ, നമ്മുടെ ഭൂമി. ഇത് കേവലം ഒരു മണ്ണല്ല, കോടാനുകൂടി ജീവജാലങ്ങളുടെ ശ്വാസമാണ്. അഗ്നിപർവ്വതങ്ങളുടെ രൗദ്രതയും പച്ചപ്പിന്റെ ശാന്തതയും സമുദ്രങ്ങളുടെ ആഴവും ഒരുപോലെ നെഞ്ചേറ്റി മാറ്റമില്ലാത്ത കാലത്തിന്റെ പ്രയാണത്തിൽ മനുഷ്യന്റെ കൗതുകങ്ങൾക്കും ക്രൂരതകൾക്കും സാക്ഷിയായി ഇന്നും കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കോടാനുകോടി വർഷങ്ങളുടെ ചരിത്രവും വരും തലമുറകളുടെ ഭാവിയും ഒളിപ്പിച്ചു വെച്ച ആ അത്ഭുത ഗ്രഹത്തിന്റെ ആഴങ്ങളിലേക്ക്, അതിന്റെ നിലവിളികളിലേക്ക്, അതിജീവനത്തിന്റെ കഥകളിലേക്ക് നമുക്കൊന്നിച്ച് സഞ്ചരിക്കാം. ഭൂമിയുടെ മാറുന്ന കാലാവസ്ഥയെക്കുറിച്ച്, അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച്. ഓരോ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ആചരിക്കപ്പെടുന്നു. 2026 പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം കാലാവസ്ഥാ പ്രവർത്തനമാണ്. കാലാവസ്ഥാ മാറ്റത്തിനെതിരെ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ട സമയമാണിത്. എന്നാൽ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് നാം പറയുമ്പോൾ ഏറെ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന 2 പദങ്ങളാണ് വെതർ, ക്ലൈമറ്റ് എന്നിവ. ഒരു നിശ്ചിത പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ ഘടകങ്ങളുടെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അന്തരീക്ഷസ്ഥിതി അഥവാ വെതർ. അതായത് അന്തരീക്ഷത്തിന് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അതാണ് അന്തരീക്ഷസ്ഥിതി എന്ന് ചുരുക്കം. അതിൽ താപനില, മഴ, വായുമർദ്ദം, കാറ്റിന്റെ വേഗത തുടങ്ങിയവ ഉൾപ്പെടാം. ഒരു നിശ്ചിത പ്രദേശത്തിന്റെ ശരാശരി അന്തരീക്ഷ സ്ഥിതിയാണ് കാലാവസ്ഥ. ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത് 30 അതിൽ കൂടുതലോ വർഷത്തെ അന്തരീക്ഷ സ്ഥിതി നിരീക്ഷിച്ചാണ്. നാം പ്രതീക്ഷിക്കുന്നത് കാലാവസ്ഥ, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അന്തരീക്ഷ സ്ഥിതിയാണ്. വ്യവസായ വിപ്ലവത്തിന് ശേഷം ഭൂമിയുടെ ശരാശരി താപനില ഏകദേശം 1.3 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർന്നിട്ടുണ്ട്. ഈ ചെറിയ വർധനവ് പോലും ഭൂമിയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. 1975 മുതൽ ലോകമെമ്പാടുമുള്ള ഹിമാനികളിൽ നിന്ന് 9000 ശതകോടി ടണ്ണിലധികം മഞ്ഞ് ഉരുകിപ്പോയി. സമുദ്രനിരപ്പും ഉയരുകയാണ്. അവയുടെ നിരപ്പ് ഏകദേശം 20 സെന്റിമീറ്റർ ഉയർന്നു കഴിഞ്ഞു. ഇനിയും ഉയരുന്നത് ദ്വീപുകളിലും സമീപ തീരങ്ങളിലും താമസിക്കുന്ന സമൂഹങ്ങളെ ദോഷകരമായി ബാധിക്കും. അന്തരീക്ഷത്തിലെ അധിക കാർബൺ ഡയോക്സൈഡ് സമുദ്രങ്ങൾ ആഗിരണം ചെയ്ത് അവയെ കൂടുതൽ അമ്ലമയമാക്കുന്നു. ഇത് പവിഴപ്പുറ്റുകളും ചിപ്പികളും രൂപപ്പെടുത്തുന്ന ജീവികൾക്കും അതിജീവിക്കുക പ്രയാസകരമായിരിക്കും. കടലിലെ ഭക്ഷ്യശൃംഖലയ്ക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. സൂര്യനിൽ നിന്നുള്ള സൂര്യരശ്മികൾ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹരിതഗ്രഹവാതകങ്ങൾ ഒരു പുതപ്പ് പോലെ പ്രവർത്തിച്ച്
വലിയൊരളവ് വരെ ഇവയെ തടഞ്ഞു നിർത്തുകയും ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. തൽഫലമായി ചൂട് വർദ്ധിക്കുന്നു. ഇതാണ് ഹരിതഗൃഹ പ്രഭാവം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. അന്തരീക്ഷത്തിൽ സ്വാഭാവികമായി അടങ്ങിയിരിക്കുന്ന വാതകങ്ങൾ മൂലമുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രതിഭാസത്തെ സ്വാഭാവിക ഹരിതഗൃഹ പ്രഭാവം അല്ലെങ്കിൽ നാച്ചുറൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഭൂമി തണുത്തുറഞ്ഞു പോകാതെ ജീവന്റെ നിലനിൽപ്പിന് അനുയോജ്യമായി നിൽക്കുന്നത് സ്വാഭാവിക ഹരിതഗൃഹ പ്രഭാവം കൊണ്ടാണ്. എന്നാൽ മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് ഹരിതഗൃഹ വാതകങ്ങളുടെ സാന്ദ്രത വർദ്ധിക്കുകയും ആഗോള ശരാശരി താപനിലയിൽ മാറ്റമുണ്ടാവുകയും ചെയ്യും. ഇതിനെ അധിക ഹരിതഗൃഹ പ്രഭാവം അല്ലെങ്കിൽ എൻഹാൻസ്ഡ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് എന്നിവയാണ് പ്രധാന ഹരിതഗൃഹ വാതകങ്ങൾ. ഇവയുടെ അളവ് വർദ്ധിക്കുന്നത് ഭൂമിയുടെ ചൂട് ഉയരാൻ കാരണമാകുന്നു. മനുഷ്യപ്രേരിത കാരണങ്ങളാൽ അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതകങ്ങളുടെ സാന്ദ്രത വർദ്ധിക്കുന്നത് മൂലം താപനില കൂടുന്നതിനെയാണ് ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. മനുഷ്യരുടെ പ്രവർത്തനങ്ങളാണ് ഇന്ന് കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രധാന കാരണം. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം, വ്യവസായങ്ങൾ, വാഹനങ്ങൾ, വനനശീകരണം എന്നിവ അന്തരീക്ഷത്തിലേക്ക് വലിയ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. കാലാവസ്ഥാ പ്രവർത്തനത്തിന് 4 പ്രധാന ഘടകങ്ങളുണ്ട്. മലിനീകരണം കുറയ്ക്കൽ, മാറ്റങ്ങളോട് പൊരുത്തപ്പെടൽ, ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കൽ, നാശനഷ്ടങ്ങൾക്ക് പരിഹാരം കണ്ടെത്തൽ എന്നിവയാണവ. കാലാവസ്ഥാ മാറ്റം ഒരു ആഗോള പ്രശ്നമാണ്. അതിനെ നേരിടാൻ ലോകരാജ്യങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കുന്നു. 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ഭൗമ ഉച്ചകോടി അന്താരാഷ്ട്ര പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. 2015 പാരീസ് കരാർ ആഗോള താപവർദ്ധനവ് നിയന്ത്രിക്കാനുള്ള ചരിത്രപരമായൊരു ശ്രമമാണ്. ആഗോള ശരാശരി താപനിലയിലെ വർധനവ് വ്യാവസായിക വിപ്ലവത്തിന് മുമ്പുള്ളതിനേക്കാൾ 2 ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെയായി പരിമിതപ്പെടുത്തുകയും അതേസമയം താപനം 1.5 ഡിഗ്രി സെന്റിഗ്രേഡിൽ പരിമിതപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുക എന്നതാണ് പാരീസ് ഉടമ്പടിയുടെ കേന്ദ്ര ലക്ഷ്യം. വികസ്വര രാജ്യങ്ങൾക്ക് സാമ്പത്തിക സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കൽ പിന്തുണയുടെ ആവശ്യകതയും കരാർ അംഗീകരിക്കുന്നു. കാലാവസ്ഥാ മാറ്റം എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണെങ്കിലും അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങൾ സ്വീകരിക്കുന്ന വിവേചനപരമായ ഇരട്ടത്താപ്പ് നീതിപരമല്ലാത്തതാണ്. ലോക ജനതയുടെ 4.2% മാത്രമുള്ള അമേരിക്കയാണ് ആകെയുള്ള കാർബൺ പുറന്തള്ളലിന്റെ 25%ന്റെയും ഉത്തരവാദി. അമേരിക്കയുടെ മാത്രം പ്രതിശീർഷ കാർബൺ പുറന്തള്ളൽ 17.3 ടൺ വരും. എന്നാൽ ലോക ജനസംഖ്യയുടെ 17.8% വഹിക്കുന്ന ഇന്ത്യയുടെ പങ്ക് ആഗോള എമിഷന്റെ 8.2% മാത്രമാണ്. അതായത് പ്രതിശീർഷ കാർബൺ പുറന്തള്ളൽ 3 ടൺ മാത്രം. അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടേത് ആഡംബര ഉത്സർജനവും ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിലെ ചെറുകിട കൃഷിയും കന്നുകാലി വളർത്തലും ഉപജീവനത്തിനു വേണ്ടിയുള്ളതാണ്. ഇത് അതിജീവന ഉത്സർജനമാണ്. ഇതിനെ രണ്ടിനെയും ഒരേപോലെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഭൂമിയിലെ അമിത കാർബൺ ഉത്സർജനത്തിന്റെ കാര്യത്തിൽ ആഡംബര ഉത്സർജനം നടത്തുന്ന വികസിത രാജ്യങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും അധികം ഉത്തരവാദിത്വം. എന്നാൽ അതിജീവനത്തിനു വേണ്ടി പൊരുതുന്ന വികസ്വര രാജ്യങ്ങളുടെ തയ്യൽ കെട്ടുവെച്ച് മാറി നിൽക്കുന്ന അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ നിലപാടുകൾ ഭാവി പ്രതീക്ഷകളുടെ മേൽ കരിനിഴൽ വീഴ്ത്തുന്നു. ഓരോ വ്യക്തിക്കും മാറ്റത്തിന്റെ ഭാഗമാകാം. നടക്കുക, സൈക്കിൾ ഉപയോഗിക്കുക, പൊതുഗതാഗതം തിരഞ്ഞെടുക്കുക, വൈദ്യുതി ലാഭിക്കുക, സൗരോർജം ഉപയോഗിക്കുക ഇവയെല്ലാം കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഭക്ഷണം പാഴാക്കാതിരിക്കുക, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുക, കുറയ്ക്കുക, നന്നാക്കുക, പുനരുപയോഗിക്കുക, പുനഃസംയോജിപ്പിക്കുക. ഈ ശീലങ്ങൾ പരിസ്ഥിതിയെ സംരക്ഷിക്കും. ഒരു മരം നട്ടുപിടിപ്പിക്കുക എന്നത് ഭാവിയിൽ നിക്ഷേപിക്കുന്നത് പോലെയാണ്. കുട്ടികൾക്ക് തന്നെ മാറ്റത്തിന്റെ ദൂതന്മാരാകാൻ കഴിയും. കാലാവസ്ഥാ മാറ്റം ഒരു ഭാവി ഭീഷണിയല്ല, അത് ഇന്നത്തെ യാഥാർത്ഥ്യമാണ്. എന്നാൽ അറിവും ഉത്തരവാദിത്വവും കൂട്ടായ പ്രവർത്തനവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ വെല്ലുവിളിയെ അതിജീവിക്കാം.
കാലാവസ്ഥാ പ്രവർത്തനം ഒരു തിരഞ്ഞെടുപ്പല്ല, മനുഷ്യരാശിയുടെ നിലനിൽപ്പിനായുള്ള അടിയന്തര ആവശ്യമാണത്. ഇത് ഇന്ന് പ്രവർത്തിക്കാം, നാളെയും സംരക്ഷിക്കാം.